ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മളിന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് ഒരു സൂപ്പർ സിമ്പിൾ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പരിചയപ്പെടാം. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ആദ്യം ഒരു കപ്പ് ചിക്കൻ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ എടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ തൈരും. സോയ സോസ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതിയാകും, കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോയ സോസ് ഒഴിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുള്ളൊന്ന് നമ്മുടെ ഈ മിക്സ്ചറെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കണം എന്നില്ല, ഉടനെ തന്നെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഫുള്ളും നന്നായിട്ട് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് പട്ടയും കുറച്ച് ഗ്രാമ്പും അതുപോലെ 2-3 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞാൽ സമയമില്ലെങ്കിൽ കുറച്ച് വലുതായിട്ട് അരിഞ്ഞാലും മതിയാകും, പ്രശ്നമില്ല. ചെറുതായിട്ട് അരിഞ്ഞാലായിരിക്കും കൂടുതൽ ടേസ്റ്റ്, അതുകൊണ്ടാണ് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ചെറുതായിട്ട് സവാള അരിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ മിക്സ്ചർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. സാധാ നോർമൽ വെള്ളം തന്നെ മതിയാകും. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അഥവാ ചിക്കന് എരിവെല്ലാം കൂടിപ്പോവുകയാണെങ്കിൽ കുറച്ച് തക്കാളി, ഒരു 1/4 കപ്പ് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മുടെ ലിഡ് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഡ്രൈ ആക്കണം എന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടെ വേവിച്ച് ഡ്രൈ ആക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ചിക്കൻ കറി, വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.